നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്ന ധാരണയിലാണ് ഞാൻ അത് വായിക്കുന്നത്. എറണാകുളത്ത് ഒരു പ്രോഗ്രാമിനിടയിൽ കാലിടറി അദ്ദേഹത്തെ പിടിക്കാനാഞ്ഞ എൻ്റെ നെഞ്ചിൽ ചാഞ്ഞു നിന്നപ്പോൾ ആ മനുഷ്യൻ്റെ മകനാണ് ഞാനെന്ന് എനിക്ക് തോന്നി. ആ ഒരു യുഗപ്പൊലിമ മങ്ങി മറയുകയാണ്. എൻ്റെ മനസ്സ് ശൂന്യമാവുന്ന പോലെ തോന്നുന്നു. ഞാൻ എൻ്റെ ഇരുകൈകളും മലർത്തി വയ്ക്കുന്നു. ഇങ്ങനെ പറഞ്ഞത് മമ്മൂട്ടിയാണ്. പറയാൻ സന്ദർഭം ഉണ്ടായത് നമ്മുടെ ഇതിഹാസ എഴുത്തുകാരൻ MT വാസുദേവൻ നായർ അന്തരിച്ച അന്നായിരുന്നു. നേരിട്ട് കാണാൻ ആ ഒരു സമയത്തിന് മമ്മൂക്കയ്ക്ക് കഴിഞ്ഞില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നീട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കുടുംബാംഗങ്ങളെ ഇദ്ദേഹം കാണുകയുണ്ടായി. എന്താണ് മമ്മൂട്ടിയും ഒപ്പം തന്നെ ഈ ഒരു മനുഷ്യനും തമ്മിലുള്ള ബന്ധം, MT വാസുദേവൻ നായരും തമ്മിലുള്ള ബന്ധം? ഈ ഒരു ബന്ധത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്താണ് വായിച്ചതെന്ന് നിങ്ങളൊന്ന് അറിയണം. സുഹൃത്തുക്കളെ, ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇന്നത്തെ 6ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് മലയാള പരീക്ഷയ്ക്ക് വന്ന ഒരു ചോദ്യമായിരുന്നു നമ്മുടെ മമ്മൂട്ടിയെ കുറിച്ചിട്ട്. ഇത് താരതമ്യക്കുറിപ്പ് എന്ന രീതിയിലായിരുന്നു ഇത് വന്നിട്ടുള്ളത്. ഈ ഫോട്ടോയും കുറിപ്പും മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ MT വാസുദേവൻ നായർ അന്തരിച്ചപ്പോൾ നടൻ മമ്മൂട്ടി പങ്കുവച്ചതാണ്. ഫോട്ടോയും നടൻ്റെ അഭിപ്രായവും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്ന് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വന്ന ഒരു ചോദ്യമാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ ഒരു ചോദ്യം 6ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കൊടുത്തത് ശരിയായില്ല എന്നുള്ളതാണ്. ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് 6ാം ക്ലാസ്സിലത്തെ ഒരു കുട്ടിയല്ല. കാരണം അതിനേക്കാൾ അപ്പുറത്തേക്ക് ചില അഭിപ്രായ പ്രകടനങ്ങളിലേക്ക് ഈ ഒരു ദൃശ്യം കടന്നു പോകേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇദ്ദേഹം തന്നെ പറയുന്നത്, എനിക്ക് എൻ്റെ അച്ഛനാണ്, അദ്ദേഹത്തിൻ്റെ മകനാണ് ഞാനൊന്ന് തോന്നിപ്പോയി എന്നാണ് ഇപ്പോൾ MT വാസുദേവൻ നായരെ കുറിച്ചിട്ട് മമ്മൂക്ക തന്നെ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ മകനാണെന്നൊക്കെ തോന്നാൻ എന്താണ് ഇത്ര കാരണം എന്നൊക്കെ ചോദിക്കുന്നവരോടാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ഈ മനുഷ്യനെ കണ്ടെത്തിയത് MT വാസുദേവൻ നായരാണ്. പലപ്പോഴും MT സാർ പറഞ്ഞിട്ടുണ്ട്, ഞാനൊന്നുമല്ല കണ്ടെത്തിയത്, ഞാൻ കണ്ടെത്തിയിട്ടില്ലെങ്കിലും അദ്ദേഹം സിനിമയിലേക്ക് വരുമായിരുന്നു. അതിലുള്ള സാഹചര്യവും അതിലുള്ള താക്കത്തും അതിലുള്ള ആഗ്രഹവും മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. താൻ എഴുതുന്ന കഥാപാത്രങ്ങൾ പോലും എഴുതുന്ന സമയത്തല്ല, എഴുതി കഴിഞ്ഞാൽ ഈ കഥാപാത്രം മമ്മൂട്ടിയാണ് ചെയ്യുന്നത് നല്ലത് എന്നുള്ള തോന്നലടക്കം ഇദ്ദേഹത്തിന് മനസ്സിലുണ്ടാവും. അതുകൊണ്ട് അതിനപ്പുറത്തേക്ക്, മമ്മൂട്ടിക്ക് അപ്പുറത്തേക്ക് വേറെ ഏതെങ്കിലും കഥാപാത്രത്തെ സെലക്ട് അല്ലെങ്കിൽ ഒരു നടനെ സെലക്ട് ചെയ്യുക എന്ന് പറയുന്ന പരിപാടി MT വാസുദേവൻ നായർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എൻ്റെ സുഹൃത്തുക്കളെ, നോക്കൂ, മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അന്ന് ഒരു ചടങ്ങിൻ്റെ ഇടയ്ക്ക് MT വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ തോളിച്ചാവുമ്പോൾ ആ ഒരു ദൃശ്യമായിരുന്നു അന്ന് സോഷ്യൽ മീഡിയ മുഴുവൻ അന്ന് ആഘോഷിക്കപ്പെട്ടത്. എന്തൊരു ഭാഗ്യവാനാണ് മമ്മൂട്ടി എന്നാണ് എല്ലാവരും പറഞ്ഞത്. അല്ലാതെ എന്തൊരു ഭാഗ്യവാനാണ് നമ്മുടെ MT വാസുദേവൻ നായർ എന്നല്ല. അതായത് ഒരു നടനേക്കാൾ കൂടുതൽ നമ്മൾ ഒരു എഴുത്തുകാരൻ സ്നേഹിക്കുന്നുണ്ട് എന്നർത്ഥം. അതേ ഒരു വഴിയിൽ തന്നെയാണ് മമ്മൂട്ടിയും പോകുന്നത്. അത്യാവശ്യം നന്നായിട്ട് വായിക്കുന്ന ഒരു മനുഷ്യൻ. അങ്ങനെ ആ ഒരു വായനയും മറ്റുമായിട്ടാണ് മമ്മൂക്കയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എൻ്റെ സുഹൃത്തുക്കളെ, മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ഗുരുവും ശിഷ്യനും എന്ന രീതിയിലാണ് ഈ ഒരു പോസ്റ്ററുകളൊക്കെ അപ്പോൾ ഇങ്ങനെ ഷെയർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് ശരിയാണ്. അവസാന കാലം വരെയും അങ്ങനെ തന്നെയാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ അദ്ദേഹത്തെ നോക്കി കണ്ടിട്ടുള്ളതും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നോക്കൂ, MT വാസുദേവൻ നായർ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന് കൊടുത്ത വേഷങ്ങളിലൊക്കെ ഒരു എണ്ണം ചുമ്മാ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എന്തോരം നല്ല വ്യത്യസ്തമായ വേഷങ്ങളാണ് ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത്. കൊടുത്ത വേഷങ്ങളെ ഏറ്റവും വലിയ പ്രത്യേകത അതിൽ മമ്മൂട്ടി അഭിനയിക്കേണ്ടി വരുമെന്നുള്ളതാണ്. ഏറ്റവും ഗംഭീരമായിട്ട് അതിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. അങ്ങനത്തെ വേഷങ്ങളായിരുന്നു MT വാസുദേവൻ നായർ ഇദ്ദേഹത്തിന് വേണ്ടി കൊടുത്തിരുന്നത്. ഇദ്ദേഹമാകട്ടെ ആ ഒരു എന്താ പറയുക, അതുല്യനായിട്ടുള്ള എഴുത്തുകാരന് തൻ്റെ കഴിവിൻ്റെ പരമാവധി കൊടുക്കാനും ശ്രമിച്ചിരുന്നു എന്നർത്ഥം. സുഹൃത്തുക്കളെ, ബൈ.